ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ അലൈറ്റ് മോഷൻ ആണ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ആദ്യം നമുക്ക് ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ചന്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളും എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ചാനലിലും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പ്രിവ്യൂ കാണേണ്ട നമ്മൾ ലിറിക്കൽ സ്റ്റാറ്റസ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് പറഞ്ഞു തരാം. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരെ കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അലൈറ്റ് മോഷനിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അലൈറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ലേറ്റസ്റ്റ് വേർഷൻ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം 9.16 ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്യുക. ഇതുപോലെ കറക്റ്റായിട്ട് എല്ലാം കൊടുത്തിട്ട് ക്രിയേറ്റ് പ്രൊജക്റ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് ആദ്യം ഒരു സോങ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓഡിയോ ചെന്ന ശേഷം വി ഓൾ കൊടുക്കാൻ നേരത്ത് നമ്മുടെ ഫോണിലുള്ള സോങ് മുഴുവൻ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സോങ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ഇതിനകത്ത് ആദ്യമേ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെന്ന ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ലെങ്ത് വീഡിയോയുടെ എൻഡിൽ എത്തിക്കുക. അതിന് മുമ്പായിട്ട് എൻഡിൽ എത്തിക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. താഴെ ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് എഫക്റ്റ് എടുത്തത് ടൈൽസ് എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എഫക്റ്റ് എടുക്കുക, ടൈൽസ് കൊടുക്കുക. TIL ടൈൽസ് സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് താഴെ കൊടുത്തിരിക്കുന്ന മിററും കൂടി ഓണാക്കി കൊടുക്കുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത ഇമേജ് ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്ന അത് സെലക്ട് ചെയ്ത ശേഷം ഇതിനകത്ത് ഇസഡ് എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. ഇസഡിൻ്റെ വാല്യൂ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ വാല്യൂ ഒന്ന് ഇതുപോലെ കൂട്ടി കൊടുക്കുക. ഒരു 1200 മുകളിലോട്ട് ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം മൂന്നാമത് ഓപ്ഷൻ സൂമിൻ ഓപ്ഷൻ ഉപയോഗിച്ച് നമ്മൾ പഴയ പോലെ തന്നെ സൂമിൻ ആക്കി പഴയ ആദ്യം ആഡ് ചെയ്ത പോലെ തന്നെ ഇമേജ് കറക്റ്റായിട്ട് വെക്കുക. ഇത്രയും പറഞ്ഞ് മനസ്സിലായല്ലോ. അതിനുശേഷം നമുക്ക് അടുത്തായിട്ട് ഇതിനകത്ത് ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ഇമേജ് നമ്മൾ എഡിറ്റ് ചെയ്യണം. അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനായിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എടുത്ത ശേഷം താഴെ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇത് റൈറ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന സ്റ്റാർട്ട് വിത്ത് ഫോട്ടോ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഗാലറി ചെല്ലുന്നതാണ്. ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക. മുകളിൽ സെലക്ട് ബട്ടണെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം താഴെ റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ഉണ്ട്, ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് PNG ഫോട്ടോ ആയിട്ട് ലഭിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ ലിങ്ക് മിക്ക വീഡിയോയിലും പറയുന്നുണ്ട്. കറക്റ്റായിട്ട് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. PNG ഫോട്ടോ ലഭിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇത് സേവ് ചെയ്യുക. മുകളിൽ സേവ് ഉണ്ട്. അതിനുശേഷം സേവ് ചെയ്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടേബിൾ എടുത്തിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയ ചെല്ലുക. നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഫോട്ടോ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം സെലക്ട് ചെയ്ത ശേഷം ഇസഡിൻ്റെ വാല്യൂ അതിൻ്റെ കൂട്ടി കൊടുക്കുക. 1000 മുകളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് കയറ്റി ഒരു 1000 1200 കൊടുക്കുക. 1200 മുകളിലോട്ട് പോകല്ലേ. ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. X Y ഉപയോഗിച്ച് ഫോട്ടോ നേരെയാക്കി കൊടുക്കുക. സൂമോ മൂന്നാമത് ഓപ്ഷൻ ഉപയോഗിച്ച് കുറച്ച് സൂമോട്ടാക്കി കൊടുക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് വെക്കുക. ഫ്രണ്ടിൽ നമുക്ക് ലിറിക്സ് എഴുതി കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ആ ഫോട്ടോയുടെ ലിങ്ക് വീഡിയോയുടെ എൻഡ് വരെ എത്തിക്കുക. അതിനുശേഷം നമുക്ക് ആ കാൽപാദത്തിൻ്റെ ഒരു ഇതായിരുന്നു തോന്നുന്നില്ലേ, അത് നമുക്ക് മാറ്റാനായിട്ട് ഒരു ചെയർ ആഡ് ചെയ്ത് കൊടുക്കുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മീഡിയ ചെന്നിട്ട് നമ്മൾ ആ ചെയർ PNG ആയിട്ടുള്ള ചെയറാണ്, അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് അതിൻ്റെ വാല്യൂ ഇസഡിൻ്റെ വാല്യൂ ഒന്ന് കുറച്ചൊന്ന് കൂട്ടി കൊടുക്കുക. കറക്റ്റായിട്ട് അതായത് ഫോട്ടോയുടെ പുറകിൽ പോകരുത്, മുമ്പിൽ തന്നെ രീതി എത്തിക്കുക. അതിന് മുമ്പായിട്ട് ഫോട്ടോ വീഡിയോയുടെ എൻഡ് വരെ കറക്റ്റായിട്ട് എത്തിക്കുക. മൂവ് ആൻഡ് ട്രാൻസ്ഫോം എടുത്തിട്ട് കുറച്ചൊന്ന് ഇസഡിൻ്റെ വാല്യൂ ഒന്ന് കുറച്ച് കൂട്ടി കൊടുക്കുക. അതായത് ആ ഫോട്ടോയ്ക്ക് 1000 ആണെങ്കിൽ അതിന് 200 ചെറും മതി. കറക്റ്റായിട്ട് കൊടുക്കുക. കുറച്ച് സൂമിൻ ഓപ്ഷൻ ഉപയോഗിച്ച് കൊടുക്കുക. ഫ്രണ്ടിൽ തന്നെ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വെക്കുക. അതിനുശേഷം നമുക്കിനി ലിറിക്സ് എഴുതി കൊടുക്കണം. ലിറിക്സ് നമുക്ക് എഫക്റ്റൊക്കെ എഴുതണം. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് എടുത്തിട്ട് മലയാളം ആയതുകൊണ്ട് ഇവിടെ എഴുതി കൊടുക്കരുത്. നമ്മൾ കോഡ് FM എന്നൊരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആപ്ലിക്കേഷൻ എടുത്ത ശേഷം ഇവിടെ മലയാളം കീബോർഡ് ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഫസ്റ്റത്തെ ലിറിക്സ് കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക.
ഈ ഫോൺ ഈ ഓപ്ഷൻ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഫോണിൽ ലഭിക്കത്തുള്ളൂ. അതിനുശേഷം താഴത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ കോപ്പി എടുക്കുക. FML കോപ്പി എടുത്ത ശേഷം നമ്മൾ അലൈറ്റ് മോഷൻ എടുക്കുക. ടെക്സ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ കറക്റ്റായിട്ട് വന്ന കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ കൊടുത്തേക്കുന്ന അലൈൻമെൻറ്റ് സെൻറ്ററായി കൊടുക്കുക. റോബോട്ടിക് റെഗുലർ ഈ ഫോൺ യൂസ് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കളർ നമുക്ക് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം. വൈറ്റ് കളർ, ഏത് കളർ വേണം സെലക്ട് ചെയ്യാം. എന്തൊക്കെ വൈറ്റ് സെലക്ട് ചെയ്യുന്നു. 18 സൈസാണ്. ആവശ്യാനുസരണം സൈസും കറക്റ്റായിട്ട് വെക്കുക. ഒറ്റ ലൈന് കിട്ടുന്നതിനായിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. അതിനുശേഷം ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്ത ശേഷം മൂവ് ആൻഡ് ആൻസർ എടുത്തിട്ട് താഴെയായിട്ട്, അതായത് ഫ്രണ്ടിലായിട്ട് നമുക്ക് എഴുതി വരണം. അതുപോലെ കറക്റ്റായിട്ട് കൊണ്ടുവെക്കുക. ഇവിടെ കൊണ്ട് വെച്ചിട്ട് കുറച്ച് സൂമിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ ഫസ്റ്റത്തെ ലിറിക്സിൻ്റെ ലെങ്ത് എവിടം വരെ വേണമെന്ന് കറക്റ്റായിട്ട് നോക്കുക. നിങ്ങൾ ഫസ്റ്റത്തെ സോങ്ങിൻ്റെ ലിറിക്സ് അല്ല എഴുതി കൊടുക്കുന്നത്, കറക്റ്റായിട്ട് എവിടം വരെ വേണമെന്ന് നോക്കുക. ഓട്ടോമാറ്റിക് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതിന് എഫക്റ്റ് കൊടുക്കാം. എഫക്റ്റ് എടുത്തിട്ട് ആർഫിറ്റ് ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് കൊടുക്കാം ടെക്സ്റ്റ് ട്രാൻസ്ഫോം കൊടുക്കുക. TEX ടെക്സ്റ്റ് ട്രാൻസ്ഫോം കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ ആഡ് ചെയ്ത ശേഷം റേഞ്ച് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് കൊടുത്ത റേഞ്ച് സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരു കീ കൊടുക്കുക. അതിനുശേഷം ആ ടെക്സ്റ്റിന് എൻ്റെ ഇത് കുറച്ച് മാറ്റി ഇതുപോലെ വെച്ച ശേഷം അത് 100 ആക്കി കൊടുക്കുക, 100 ആക്കി കൊടുക്കുക. സ്റ്റാർട്ടിങ് 0യും രണ്ടാമത് 100ഉം. അതിനുശേഷം ഇത് താഴെ കൊടുത്തേക്കുന്ന ട്രാൻസ്ഫോം സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് ലെയർ സെലക്ട് ചെയ്യുക. ലെയറിനകത്ത് X-25 ആക്കി കൊടുക്കുക. X-25 ആക്കി കൊടുക്കുക. പറഞ്ഞ മനസ്സിലല്ലോ. അതിനുശേഷം താഴെ ഡ്രാഗ് ചെയ്യാൻ നേരത്ത് നമുക്ക് ആൽഫ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആൽഫ സെലക്ട് ചെയ്ത ശേഷം ഫുള്ളായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഡ്രാഗ് ചെയ്യുന്നത് -1.00 എത്തും, അതായത് 1000 എത്തും. അതിനുശേഷം താഴെ ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് എറേസിങ് കാണാൻ സാധിക്കും. ഇൻ്റർപ്രിട്ടേഷൻ ഈസിങ്, അത് ഈസിങ് ഫില്ല് കൊടുക്കുക. 100 -100 കൊടുക്കുക. ഈസ് ഔട്ട് മൈനസ് ഇല്ലാതെ 100 കൊടുക്കുക. അതിനുശേഷം ഓവർലാപ്പ് സെലക്ട് ചെയ്ത ശേഷം അത് 500ൻ്റെ മുകളിൽ കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക. 500ൻ്റെ മുകളിൽ കറക്റ്റായിട്ട് കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ലോങ് ഷാഡോ എന്ന് പറഞ്ഞ എഫക്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അടുത്ത എഫക്റ്റ് ലോങ് ഷാഡോ സെലക്ട് ചെയ്യുക. എല്ലാം ഇഞ്ച് ചെയ്ത് കൊടുക്കുക. ലോങ് ഷാഡോ. എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് എല്ലാ ലിങ്കിലും ഡയറക്റ്റ് കയറാൻ സാധിക്കുന്നതാണ്. ലോങ് ഷാഡോ സെലക്ട് ചെയ്ത ശേഷം അതിൻ്റെ സൈസ് നമുക്ക് കുറച്ച് മാക്സിമം കുറച്ച് കൊടുക്കുക. നമുക്കൊരു 25-28 കൊടുത്താൽ അത് ആൽഫ 100 ആക്കി കൊടുക്കുക. അതായത് 100% ഫുള്ളാക്കി കൊടുക്കുക. കാണുന്നുണ്ടല്ലോ. ഇത്ര മാത്രം കൊടുക്കുക. സൈസും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മാത്രം കൊടുത്താൽ മതി. 23-25 കൊടുത്താൽ മതി. അടുത്താണ് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് ഫ്ലിപ്പ്. കറക്റ്റായിട്ട് നോക്കുക. ഫ്ലിപ്പ് ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് സെലക്ട് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടെ എടുത്ത ശേഷം ഇതിനകത്ത് സെക്കൻഡ് കൊടുത്തിരിക്കുന്ന ആക്സിസ് കാണുമല്ലോ. ആക്സിസ് കറക്റ്റായിട്ട് 90 ഡിഗ്രി കറക്റ്റായിട്ട് കൊടുക്കുക. കറക്റ്റ് ആക്സിസ് ആദ്യം 90 ഡിഗ്രി കൊടുക്കുക. അതിനുശേഷം ആംഗിൾ സെലക്ട് ചെയ്യുക. ആംഗിൾ സെലക്ട് ചെയ്ത ശേഷം -40 ആക്കി കൊടുക്കുക. ഒരു -40-41 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ചെരിഞ്ഞിരിക്കുന്ന എഫക്റ്റ് അവിടെ ലഭിക്കുന്നതാണ്. 41 കൊടുത്താൽ മതി. -40-41 ഒക്കെ പറഞ്ഞ സാറല്ലോ. ഇത്രയും എഫക്റ്റ് മാത്രം കൊടുത്താൽ മതി, ഈ 3 എഫക്റ്റും. അതിനുശേഷം കോപ്പി എടുക്കുക. നെക്സ്റ്റ് ലിറിക്സ് വന്നിടത്ത് കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അത് ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് ടെസ്റ്റ് ഇവിടെ എഴുതി കൊടുക്കരുത്. കോഡ് ഓഫ് എംഎൽ മാത്രം മലയാളത്തിൽ എഴുതി കൊടുക്കുക. മലയാളം കീബോർഡ് ഉപയോഗിച്ച് മലയാളത്തിൽ കറക്റ്റായിട്ട് എഴുതി കൊടുക്കുക. പറഞ്ഞ് മനസ്സിലായല്ലോ. അടുത്ത ലിറിക്സ് എഴുതിയ ശേഷം കോപ്പി എടുക്കുക. കോപ്പി എടുത്തിട്ട് നമ്മൾ അലൈറ്റ് മോഷൻ എടുക്കുക. എഡിറ്റ് ടെസ്റ്റ് എടുക്കുക. സെക്കൻഡ് ലിറിക്സ് വേണ്ടിടത്തുള്ളതിൽ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് പഴയ ലിറിക്സ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ ന്യൂ ആയിട്ട് എടുത്ത് കറക്റ്റായിട്ട് ഇതുപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ എൻഡ് വരെയും കോപ്പി എടുക്കുക, പേസ്റ്റ് ചെയ്യുക. വീണ്ടും നമ്മൾ നെക്സ്റ്റ് ലിറിക്സ് വരേണ്ടിടത്ത് കൊണ്ടുപോയിട്ട് വീണ്ടും നമ്മൾ കോപ്പി എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഇത് കറക്റ്റായിട്ട് പേസ്റ്റ് ലെയർ കൊടുക്കുക. അതിനുശേഷം എഡിറ്റ് ടെസ്റ്റ് എടുക്കുക. മലയാളം കീബോർഡ് ഉപയോഗിച്ച് കോഡ് ഓഫ് എംഎൽ എഴുതി കൊടുക്കുക. വീണ്ടും പേസ്റ്റ് ലെയർ കൊടുക്കുക. എൻഡ് വരെ ഇതുപോലെ കറക്റ്റായിട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് 3Dയിലോട്ട് മാറ്റാനായിട്ട് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഈ എലമെൻറ്റ് കാണുന്നുള്ളൂ, ക്യാമറ ഓപ്ഷൻ ഉണ്ട് 3D. അതായത് ക്യാമറ സെലക്ട് ചെയ്യുക. അതിൽ സൈഡിൽ കൊടുത്തിരിക്കുന്ന ക്യാമറ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് കൊടുക്കുക. എനേബിൾ ചെയ്ത് കൊടുത്ത ശേഷം ഇതിനകത്ത് മൂവ് ആൻഡ് ആൻസർ സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് എക്സും വൈയും ലെഫ്റ്റും റൈറ്റും മനസ്സിലായല്ലോ. ഇസഡ് എന്ന് പറഞ്ഞാൽ സൂം ഇൻ സൂം ഔട്ടോ ആണെന്ന് മാത്രം കൊടുത്താൽ മതി. ആദ്യത്തെ പാർട്ടിനകത്ത് വന്ന ശേഷം എക്സും വൈ സെലക്ട് ചെയ്തിട്ട് ഏതെങ്കിലും സൈഡിലോട്ട് ഇങ്ങനെ മാറ്റി വെക്കുക. ഏതെങ്കിലും ഒരു സൈഡ് വെച്ച ശേഷം ഒരു കീ സിമ്പിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ സോങ്ങിൻ്റെ പകുതി കുറച്ച് ദൂരെ എത്തിയ ശേഷം അത് ഫുള്ളായിട്ട് റൈറ്റ് സൈഡിലോട്ട് ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ കുറച്ചുകൂടി മാറ്റിയ ശേഷം കുറച്ചധികം മാറ്റിയ ശേഷം
നേരെ സെൻട്രലിൽ വെക്കുക. അതിനുശേഷം വീണ്ടും കുറച്ചുകൂടി മാറ്റിയ ശേഷം സൂമിൻ ഇസഡ് സെലക്ട് ചെയ്ത ശേഷം സൂമിൻ ആക്കി കൊടുക്കുക. അതിനുശേഷം കുറച്ചുകൂടി മാറ്റി അത് പാട്ട് സോങ് തീരുന്ന വരുത്തിയിട്ട് കുറച്ചുകൂടി സൂം ഔട്ട് ആക്കി കൊടുക്കുക. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ കണ്ടിരിക്കുന്ന രീതിയിൽ വീഡിയോ ലഭിക്കുന്നതാണ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പേജ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണേ. താങ്ക് യു ഓൾ.